ഞങ്ങളുടെ അസോസിയേഷൻ്റെ തലത്തിൽ സംസ്ഥാന വ്യാപകമായി ഉണ്ട്. മറ്റ് പല സംഘടനകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് കേരള പോലീസിലെ ഈ ഒരു സംരംഭമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നമുക്കറിയാം, പോലീസിൽ നമ്മുടെ ജോലി 8 മണിക്കൂറാക്കി കുറയ്ക്കണം എന്ന കാലാകാലങ്ങളായി ഉയരുന്ന ഒരു ആവശ്യമാണ്. പക്ഷെ നമുക്കറിയാതെ പലപ്പോഴും സാധിക്കുന്നില്ല. എനിക്കും ആഗ്രഹമുണ്ട് 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്താൽ മതി, പക്ഷെ നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് പലപ്പോഴും നമ്മുടെ ഈ ജോലിയുടെ പെക്യൂലിയാരിറ്റി കാരണം നമുക്കത് അങ്ങനെ ഒരു 8 മണിക്കൂർ ഒതുക്കാൻ പറ്റുന്നില്ല. 8 മണിക്കൂർ നല്ല 24 മണിക്കൂർ ഓരോ പോലീസ് ദിവസം കഷ്ടപ്പെട്ടിട്ട് എൻ്റെ കഴിഞ്ഞ ഒരു 6 മാസം ഞാൻ ഇവിടെ വന്നിട്ട് ഈ 6 മാസത്തെ എൻ്റെ പഠനത്തിൽ മനസ്സിലാകുന്നത്, ഇവിടെയുള്ള മനസ്സിലാകുന്നത്, ഈ 6 മാസവും ആർക്കും റെസ്റ്റ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും ആൾക്കാരെ വീണ്ടും മൊബിലൈസ് ചെയ്യാൻ മോളെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ വിഷമമാണ് നിങ്ങളോട് പറയാൻ. നമുക്കറിയാം, ഇലക്ഷൻ്റെ കാലഘട്ടം നമ്മൾ കഴിഞ്ഞു പോയി, അതിന് നവകേരള സദസ് യാത്ര നമ്മൾ കഴിഞ്ഞു പോയി. ഈ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എങ്ങനെ റെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ ഒന്നും സമയം കിട്ടത്തില്ല. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്കറിയാം സ്പെഷ്യൽ ഡ്രൈവ് കുറേ 10 ദിവസം, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കോഴ്സ് എടുക്കേണ്ടി വരും. ഇതൊക്കെ എങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ പലപ്പോൾ അത്ഭുതപ്പെട്ടു വരുന്നത്. അതിൻ്റെ ഇടയിൽ വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ഷൈജു ഇപ്പോൾ പറഞ്ഞ പോലെ എങ്ങനെ സ്ട്രെസ് ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് ഒരു മീറ്റിംഗ് ഞങ്ങളെല്ലാം വിളിച്ച് കൂട്ടി. അതിനകത്ത് ഒരു 15 കമ്മിറ്റി ഞങ്ങൾ തിരഞ്ഞെടുത്തു. ചിന്തോക്ക് അതിനകത്ത് കമ്മിറ്റി മെമ്പർമാരാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഒരു ഭാഗത്ത്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ, അതായത് കഴിക്കുന്ന ഫുഡിൻ്റെ നേച്ചർ മാറി. നമ്മൾ പണ്ടത്തെ പോലെ ഉള്ള ഫുഡല്ല ഇപ്പോൾ കഴിക്കുന്നത്. പുതിയ ജങ്ക് ഫുഡ് ആ ലെവലിലേക്ക് മാറി. വിശ്രമമില്ലായ്മയും ഒക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് പോലീസ് സേനാംഗങ്ങൾക്ക് വരുന്ന അഡീഷണൽ ഒരു ബോണസാണ് നമുക്കുണ്ടാകുന്ന ജോലിയിലുണ്ടാകുന്ന ടെൻഷൻ. നമുക്കൊരു അസോസിയേഷൻ നേതൃത്വത്തിൽ കുടുംബശ്രീ സഹായ നിധി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മാതൃകയാണ്, മറ്റ് പല സംഘടനകളും മാതൃകയാണ്. ഈ ഒരു നമുക്ക് ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളായിട്ട് കുറേ സംയമനം പാലിക്കുക, നിയന്ത്രണങ്ങൾ പാലിക്കുക. നമുക്കറിയാം ജോലിയിൽ ടെൻഷൻ നമ്മൾ ആരും ഇവിടെ പറഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാമെന്നല്ലാതെ ടെൻഷനുണ്ട്. ഇവരെല്ലാം തന്നെ നിങ്ങളോടൊന്നും കാണുമെന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാര്യം പോലീസ് സേനാംഗങ്ങൾ എന്നുള്ള ഒരു കുടുംബമാണ്, നമ്മളൊരു കുടുംബം. കുടുംബത്തിലെ ഓരോ മക്കളും നമ്മുടെ മക്കളാണ്, ഓരോ സഹോദരങ്ങളുടെ സഹോദരനും ഓരോ പേരൻസ് ഞങ്ങളുടെ പേരൻസാണ്. 4 ലെവലാണ് പോലീസ് കാണേണ്ടതും അങ്ങനെയാണ്. 4 ലെവൽ തന്നെ ആയിരിക്കണം. എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ട് വന്നൊരു ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ 4 ലെവലിൽ തന്നെയാണ് ഇപ്പോഴും പെരുമാറുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന മാനുഷിക സഹായങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ വിധ സഹായങ്ങളും ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണെങ്കിലും ഭാവിയിൽ പിള്ളേരുടെ പഠിത്തമൊക്കെ അടുത്താണെങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.